നമ്മളെല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ് ഗൈസ്. അപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് ഫോട്ടോസ് അയച്ചു തരാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യം നമ്മുടെ ഓൾഡ് മെമ്മറീസ് ആയാലും നമ്മൾ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ നമ്മുടെ മൊബൈലിൽ ക്യാപ്ചർ ചെയ്യാറുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മൾ വേറെ ആവശ്യമില്ലാത്ത ഫോട്ടോസൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസും കൂടി ആ ഫോട്ടോസിൻ്റെ കൂടെ ചില സമയത്ത് ഡിലീറ്റ് ആയി പോകാറുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ചില സമയത്ത് നമ്മുടെ ഫോണിൽ സംഭവിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ റീസൈക്കിൾ ബിന്നിൽ നിന്നും ഡിലീറ്റ് ആയി പോകുന്ന ചില അവസ്ഥകൾ നമുക്ക് വരാറുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ അത്യാവശ്യമായിട്ട് നമ്മൾ ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫയൽസും അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ ഉണ്ടായിരുന്ന ഏറ്റവും പഴയ ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫയൽസ് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്നൊരു വീഡിയോ ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഒരു ഫയൽ ഇതേപോലെ കളഞ്ഞു പോയി, അതുപോലെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ കുറേ സെർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ആപ്ലിക്കേഷനാണ് ഗൈസ്. അപ്പോൾ ഇത് 100% വർക്കിംഗ് ആണ്, പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്തായാലും ഗൈസ് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗായ്സ്, നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡിസ്ക് ഡിഗർ നിന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ഈസി ആയിട്ട് തന്നെ ഈ ആപ്ലിക്കേഷനിൽ പോകുക എന്നുള്ളതാണ്. ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ എന്തായാലും കാണാൻ വേണ്ടി ശ്രമിക്കുക. ചില സമയത്ത് നിങ്ങളുടെ ആ ഫോൾഡേഴ്സ് ചിലപ്പോൾ നശിച്ചു പോകുന്നതാണ്. അത് കാരണത്താൽ നിങ്ങൾ ഫുള്ളും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എങ്ങനെയാണെന്നാണ് മെത്തേഡ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഇവിടെ ഓപ്പണായി നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്നതാണ്. നമുക്ക് ഫുൾ സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വൈപ്പ് ഫ്രീ സ്പേസ് ഒക്കെ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ഫോണിലെ സ്പേസ് നമുക്ക് കൂട്ടാന്നുള്ളതാണ്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ബേസിക് സ്കാൻ ചെയ്യാൻ പോവുകയാണ്. നോ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് സ്കാൻ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഫുൾ ഫയൽസും അതുപോലെ തന്നെ നമ്മുടെ ഫുൾ മെമ്മറീസ് സ്കാൻ ചെയ്യാൻ പോവുകയാണ്. എന്തായാലും കുറച്ചൊരു 2-3 മിനിറ്റ് എന്തായാലും ഉടഞ്ഞെടുക്കുന്നതാണ്. നമുക്ക് എന്തായാലും ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവാം. ഞാൻ ജസ്റ്റ് ഇവിടെ എന്തായാലും നമ്മളിവിടെ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സ്റ്റോറേജ് അലോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫയൽസ് അല്ലെങ്കിൽ നമ്മുടെ ഓൾഡ് ഫയൽസിനെ ഈ ഒരു ആപ്ലിക്കേഷന് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ റിസീവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡൊക്കെ ചെയ്ത് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ ഫോണ് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോൺസിലുള്ള ഫയലെല്ലാം നമ്മൾ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏകദേശം ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഫുൾ സ്കാൻ ആവുന്നതാണ്. നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് അനുസരിച്ചിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിനെ സ്കാൻ ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗൈസ് നമ്മുടെ ഫോണിലുള്ള ഡിലീറ്റഡ് ഫയൽസും കാര്യങ്ങളൊക്കെ. എന്ന് പറഞ്ഞാൽ കുറേ ഡിലീറ്റഡ് ഫയൽസ് നമുക്കിവിടെ ഇങ്ങനെ നമ്മുടെ മൊബൈൽ സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുള്ള എല്ലാ ഫയൽസും ഈ ഫോൺ നമുക്ക് കണ്ടുപിടിച്ച് തരുന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. 100% വർക്കിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഗൈസ്. നിങ്ങൾക്ക് ഉറപ്പായി യൂസ്ഫുൾ ആവുന്നതാണ്. നിങ്ങളുടെ ഫോണ് നിങ്ങൾ വാങ്ങിയ സമയത്തുള്ള ഫോട്ടോസ് വരെ വാങ്ങിയ സമയത്ത് നിങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് വരെ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായും കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഗൈസ്. ഉറപ്പായും 100% വർക്കിംഗ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ എന്തായാലും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. കുറേ ഫോട്ടോസ് ഉണ്ട് ഗൈസ്. കുറേ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ആയാലും നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആയാലും ഏതൊരു ഫോട്ടോസ് ആയാലും നിങ്ങൾ ഗാലറിയിൽ വന്നിട്ടുള്ള ഏതൊരു ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും നമുക്ക് ഉറപ്പായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് ഗൈസ്. അടിപൊളി എന്ന് പറയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ ഏത് ഫയൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായി കണ്ടുപിടിച്ച് തരുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇനി ഗൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോ കളഞ്ഞു പോയി ആ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചു നിങ്ങൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് റിക്കവർ എന്നൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ റിക്കവറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോൺ എവിടെയാണ് സേവ് ചെയ്യാനുള്ളത് കാണിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ സേവ് ടു ഫയൽസ് കസ്റ്റം ലൊക്കേഷൻ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഇവിടെ ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് എവിടെയാണ് സ്റ്റോർ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഞാൻ ഇപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഇവിടെ ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് എൻ്റെ ഡൗൺലോഡ്സിൽ നിന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് ഞാൻ ഇവിടെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് കാരണത്താൽ നമുക്ക് ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ നമ്മൾ ഈ ഫോട്ടോയാണ് ഗൈസ് നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒരു ഗേളിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം ഗൈസ്.
ഗായ്സ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോ നമ്മുടെ ഗാലറി വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്ക് നല്ലൊരു ക്വാളിറ്റി തന്നെ ആ ഫോട്ടോ നമുക്ക് നമ്മുടെ ഗാലറി ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് ഗായ്സ്, ഉറപ്പായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നു. അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമ്മുടെ പഴയ ഫോട്ടോസ് നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ഈ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഗായ്സ്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പം ഈ നമ്മുടെ മൊബൈൽ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഫോട്ടോയുടെ ഒരു തമ്പനെയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു ക്വാളിറ്റിയിലെ ഒരു പിക്ചർ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ ഏറ്റവും ചെറിയൊരു ക്വാളിറ്റിയിലെ ഒരു തമ്പനെയിൽ എടുത്ത് വെക്കുന്നതാണ്. ആ തമ്പനെയിൽ ഒരിക്കലും നമ്മുടെ ഫോട്ടോ ഡിലീറ്റ് ആയി പോയാലും നമ്മുടെ മൊബൈലിൽ നിന്ന് പോകില്ല. അതിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു ഫോട്ടോയുടെ സൈസ് വളരെ തുച്ഛമായ ഒരു സൈസാണ്. അത് കാരണത്താൽ നമുക്ക് ഉറപ്പായും ഇങ്ങനെ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ ഉറപ്പായും നിങ്ങളുടെ ഓൾഡ് ഫോട്ടോസ് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഗായ്സ് ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് ഗായ്സ്. നിങ്ങളുടെ ഫോണിൽ ഡിലീറ്റ് ആയി പോയുള്ള ഫയൽസും അതുപോലെ തന്നെ എല്ലാം നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. 4 MB ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പ്ലേ സ്റ്റോറിൽ നമുക്ക് സുലഭമായിട്ട് അവൈലബിൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഗൈസ് ഇത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കണ്ടന്റ് നമുക്ക് ആവശ്യപ്പെട്ട നമ്മളുടെ ഈ ഫ്രണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഫ്രണ്ടിന് വളരെയധികം ടൈംസ് ഉണ്ട്. അതുപോലെ തന്നെ ഗൈസ് നിങ്ങളുടെ സപ്പോർട്ട് കാരണത്താലാണ് നമുക്ക് ഇതേപോലത്തുള്ള വീഡിയോസ് ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഇനി വീഡിയോസ് ചെയ്യാനുള്ളതെന്നൊക്കെ ഉള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് വഴി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ വീഡിയോ ഇടണോ ഏത് ടൈമിലാണ് ഇടേണ്ടതെന്നൊക്കെ ഉള്ളതിനൊക്കെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഫ്രണ്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അൺബോക്സിങ് വീഡിയോസ് ചെയ്യാം, അൺബോക്സിങ് വീഡിയോസ് ചെയ്താൽ കൊള്ളാമെന്ന്. നമുക്ക് അൺബോക്സിങ് വീഡിയോസ് ചെയ്യാൻ നമ്മൾ പ്രോഡക്റ്റ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അൺബോക്സിങ് വീഡിയോസ് ചെയ്യുന്നതാണ്. 100% ഷുവറാണ്. നമുക്ക് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അൺബോക്സിങ് വീഡിയോസ് ചെയ്യുന്നതാണ്. ഗൈസ് നിങ്ങൾക്ക് എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക. ഗൈസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ ഓൾ നോട്ടിഫിക്കേഷനിലോട്ട് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ നെവിറ്റി ഡ്യൂഡ് ആൻഡ് ബൈ. മനുഷ്യരില്ലേ പുള്ളേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താ ചത്തൊന്നും പോലല്ലോ.